ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കെല്ലാവർക്കും കൂടി കൊല്ലം ബീച്ച് പോയെന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ എല്ലാവരും പോയി നമുക്ക് കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് ഓടി വരാം. ഒരു സൈഡിൽ ആർത്തിരമ്പുന്ന തിരമാലകൾ, മണൽപ്പരപ്പ്, ഓടിക്കളിക്കുന്ന കുട്ടികൾ, വൈകുന്നേരം ആസ്വദിക്കുന്ന യാത്രക്കാർ, എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാവരും ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ കടൽ നല്ല തിരയുള്ള കടലാണ്, എല്ലാവർക്കും കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഇറങ്ങി വിടാനൊന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇച്ചിരി താഴേക്ക് ഇറങ്ങുമ്പോഴേ അവർ ഗാർഡുകൾ വിസിലടിച്ചിട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. നല്ല തിരയുണ്ടായിരുന്നു. കടൽ തീരത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും. ഓരോ തിരമാലയ്ക്കും ഓരോരോ സൗന്ദര്യമാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും. സമയങ്ങൾ കടൽ തീരത്തിരുന്ന് സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞൊരു നല്ല സമയം. പണ്ടൊക്കെ ആൾക്കാർ പറയും കടൽ തീരത്ത് പോയിരുന്ന തിര എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്ന്. തിര എണ്ണിയില്ലെങ്കിൽ നമുക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് അല്ലേ? ആർക്കാ കടൽ തീരത്ത് പോകാൻ ഇഷ്ടമില്ലാത്ത? നമുക്ക് കാലൊന്നും വെള്ളത്തിൽ പോലും മുക്കിയില്ല, അവർ ഒട്ടും സമ്മതിക്കുന്നില്ലായിരുന്നു ഇറങ്ങാൻ. തിരയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. വൈകുന്നേരം സന്ധ്യ ആയതുകൊണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവന്മാർ മക്കൾ തന്നെ കമൻ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്നിട്ട് തിരിച്ചു പോരുന്നു. അധികം നേരമൊന്നും അവിടെ നിന്നില്ല. നമ്മൾ വെറുതെ കുറച്ച് നേരമൊക്കെ അവിടെ ആസ്വദിച്ചു. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് മഹാത്മാഗാന്ധി പാർക്കുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എല്ലാ കടൽക്കരയിലും ഉള്ളതുപോലെ ഇവിടെ കുറച്ച് ഇങ്ങനെ ബലൂൺ വിൽക്കുന്നവരും പിന്നെ കൈ നോക്കുന്നവരും തത്തയെ വെച്ചിട്ട് കൈ നോക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് അവിടെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്ക് സൈഡിൽ. പിന്നെ നമ്മൾ കടൽക്കരയിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി വെച്ച്, പണ്ടൊക്കെ ഇല്ലേ നമ്മൾ കടൽക്കരയിൽ കൊണ്ട് എഴുതി വെച്ച് കഴിയുമ്പോൾ കടലമ്മ വന്ന് മായ്ക്കുമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞങ്ങൾ ചാനലിൻ്റെ പേരൊക്കെ ആൻജി ആൻഡ് MM സ്പേസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് കുറച്ച് നേരം നോക്കി നിന്നു. പക്ഷേ കടലമ്മ വായിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കി നിന്നിട്ട് കടലമ്മ അവിടം വരെ കയറി വരാഞ്ഞത് കൊണ്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോയി. അതാണ് ഒരു കൊച്ചു ബ്ലോഗ്, കൊല്ലം ബീച്ചിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു ബ്ലോഗ്. അപ്പം അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും എല്ലാ നന്മയും ദൈവം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബായ്.